ഒന്ന് രണ്ട് കഥകൾ ഞാൻ സാമ്പിൾ പറയട്ടെ. അതെ, മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ അവരുണ്ടാക്കിയ മൗലിദ് കിതാബിൽ മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിൽ അറബിയിൽ അവർ എഴുതി വെച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് കേൾപ്പിക്കട്ടെ. മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു മുരീദ്, മുഹീദ്ദീൻ ശൈഖിന്റെ ഒരു അനുയായി മരിച്ചു പോയപ്പോൾ അയാളെ ആൾക്കാരൊക്കെ കൂടി കബറടക്കിയ നേരത്ത് വജാഅഹുൽ മലക് മുൻകർ നകീർ ചോദ്യം ചെയ്യാൻ വന്നു. എന്റെ ഉമ്മമാരും സഹോദരന്മാരും എല്ലാവരും ഈ സലഫികളെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന മുസ്ലിയാക്കന്മാരെ പിടിച്ചു നിർത്തിയിട്ട് സ്നേഹത്തോടെ ചോദിക്കണം, അല്ല മൊയ്ലിയാരെ, അല്ല തങ്ങ, അല്ല തങ്ങളെ, ഇങ്ങനെ നമ്മൾ പറയുന്നുണ്ടോ? ഇങ്ങനൊരു വിശ്വാസമുണ്ടോ? എന്താ കേൾക്കാൻ പോകുന്നു? കേട്ടോളൂ നിങ്ങൾ. മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് എഴുതുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു മുരീദ് മരിച്ചപ്പോ അദ്ദേഹത്തെ കബറടക്കിയ ഉടനെ തന്നെ ചോദ്യം ചെയ്യാൻ മലക്ക് വരുന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ചോദ്യം ചോദിക്കാൻ വരുന്നു. ഇയാളോട് ചോദിക്കുകയാണ്, മാ റബ്ബുക വമൻ നബിയുക വമാ ദീനുക, നിന്റെ റബ്ബാരടോ, നിന്റെ നബി ആരടോ, നിന്റെ ദീനേതടോ എന്നിങ്ങനെ ചോദിക്കുമ്പോ ഫഖാല ലഹുമായി മുരീദ് കൊടുക്കുന്ന മറുപടി, മാ അരിഫു ശൈഖൻ ഇല്ലാ മാ അരിഫു ശൈആ, എനിക്കൊന്നും അറിയില്ല, ഇല്ലാ ശൈഖി അസ്സയ്യിദ് അബ്ദുൽ ഖാദിർ, എനിക്ക് മുഹീദ്ദീൻ ശൈഖിനെ അറിയാം, മുഹീദ്ദീൻ ശൈഖ് മാത്രമേ എനിക്കറിയുള്ളൂ. മാ റബ്ബുക, മുഹീദ്ദീൻ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മൂപ്പരല്ല കുത്തുബിയത്തിന്റെ ആളാ, ജീലാനി മാസല്ലേ, ഷെയ്ഖേ തുണ, മൂപ്പരിക്ക് അതേ പരിചയമുള്ളൂ. കാരണം മൂപ്പര് എന്തു ചോദിച്ചാലും എല്ലാത്തിനും ഉത്തരം പറയണത് ഹൗസുല്ലാദ മുഹീദ്ദീൻ സയ്യിദ് അബ്ദുൽ ഖാദിർ എന്നിങ്ങനെ മറുപടി കൊടുത്തപ്പോ ഇവര് തന്നെ എഴുതുന്ന വാചകമാ ഞാൻ വായിക്കുന്നത്. ഫതഹയ്യറൽ മലകാനി, രണ്ട് മലക്കുകളും പരിഭ്രാന്തരായി. സർവീസിനടക്കം ഇങ്ങനെ ഒരു മറുപടി പരിചയമില്ലല്ലോ. അപ്പൊ പരിഭ്രമമായപ്പോ ഈ രണ്ട് മലക്കുകളും അള്ളാനോട് പറഞ്ഞു, യാ റബ്ബ്, എന്റെ റബ്ബേ, അൻത അഅലമു, നിനക്കറിയാമല്ലോ നിന്റെ ഈ ദാസൻ ഇയാൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചോദിക്കുമ്പോ മറുപടി പറയുന്നത്. അള്ളാഹു അവ രണ്ട് മലക്കുകളോടും കൽപ്പിച്ചു, ബിഅദാബിഹി, കൊടുക്കടാ അടി, ശിക്ഷ കൊടുക്ക്. അടിക്കാൻ പറഞ്ഞു അല്ലാ, ശിക്ഷയാണ് കൊടുക്ക്. മുഹീദ്ദീൻ ശൈഖോ കൊടുക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ രണ്ട് മലക്കുകളും ഇയാളെ ശിക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ അവിടെ ഇങ്ങ് പ്രത്യക്ഷപ്പെട്ടിട്ട് മുൻകറിനോടും നക്കീറിനോടും പറഞ്ഞു, ഇന്നഹു ഇല്ലം യഅരിഫില്ലാഹ വറസൂലഹു വദീനഹു, ഈ മനുഷ്യന് അള്ളാഹനെ അറിയില്ലെങ്കിലും അള്ളാന്റെ റസൂലിനെ അറിയില്ലെങ്കിലും അവന്റെ ദീനിനെ കുറിച്ച് അറിയില്ലെങ്കിലും ഫഇന്നഹു യഅരിഫുനി, അവന് എന്നെ നന്നായി അറിയാലോ, അവൻ എന്നെ പിൻപറ്റിയ മുരീദാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കണമെങ്കിലും എന്നോട് ചോദിച്ചോ, അതുകൊണ്ട് ഞാനാ മറുപടി പറയുക. അതുകൊണ്ട് അവനെ ശിക്ഷിക്കാൻ പാടില്ല, തൊട്ടുപോകരുത്. മലക്കുകൾ പിന്നെയും ബേജാറായി. അവരല്ലാഹുവിനോട് പറഞ്ഞു, യാ റബ്ബ്, എന്റെ റബ്ബേ, നിനക്കറിയാലോ നിന്റെ മഹബൂബ്, നിന്റെ മജ്ദൂബായ ഗൗസുൽ അഅ്സം സുൽത്താൻ മുഹീദ്ദീൻ സയ്യിദ് അബ്ദുൽ ഖാദിർ ഇങ്ങനെയൊക്കെ ഞങ്ങളോട് പറയുന്നുണ്ട്. അല്ലാഹ് പറഞ്ഞു, കൊടുക്കടാ അടി, ശിക്ഷിക്കടോ, മാറി നിൽക്കല്ലേ, കൊടുക്ക്. ആ മറുപടി പറയുന്നുവെങ്കിൽ ഇനിയും കൊടുക്ക്, ശിക്ഷ കൊടുക്ക്. ഫഅമറഹുമാ ബിതഅദീബിഹി, ശിക്ഷിക്കാൻ വേണ്ടി ഓർഡറിടുന്നു. രണ്ടാളും കൂടി ആ മനുഷ്യനെ ശിക്ഷിക്കാൻ ഒരുങ്ങിയപ്പോൾ ഫഅഖദൽ ഗൗസു മിത്റഖതഹുമാ, മലക്കുകളുടെ കയ്യിൽ നിന്ന് ആ ഹാമർ, ആ ഇരുമ്പിന്റെ ഗദ ഈ മുഹീദ്ദീൻ ശൈഖ് വന്നിട്ട് ഒരൊറ്റ പിടുത്തം അങ്ങ് പിടിച്ചു വാങ്ങുന്നു. എന്നിട്ട് വഖാല ലഹുമാ, ഇവരോട് രണ്ടാളോടും പറഞ്ഞു, ലാ തഖറബാ ഇലൈ, അടുത്തു പോകരുത്, തൊട്ടു പോകരുത്. വടിയിങ് പിടിച്ചു വാങ്ങിയില്ലേ. അപ്പോഴേ കഥാ അള്ളാന്റെ ഭാഗത്ത് നിന്ന് വിളിയാളം വരുന്നു, അഫൗതു അൻഹു, ഞാൻ മാപ്പാക്കിയിരിക്കുന്നു, ശിക്ഷിക്കണ്ട. അള്ളാന്റെ അടുക്കുന്ന ഓർഡർ വരുന്നു. ഓ മുസ്ലിയാക്കളെ, സലഫിന്റെ കാറ്റ് തട്ടിയ കാറ്റ് നിങ്ങളുടെ മുഖത്തേക്ക് വന്നാ കുഴപ്പമാണല്ലേ, സലാം പറയാൻ പാടില്ല അല്ലേ, പേപ്പട്ടി വിഷം പോലെ മൂലക്കിരുത്തണമല്ലേ, സലാം പറയാൻ പാടില്ല അല്ലേ, മരിച്ചാൽ അവന്റെ ശവം കാണാൻ പോകണ്ട അല്ലേ, നിങ്ങളുടെ ഭാഷയാ പറയുന്നത്.
മരിച്ചാ കാണരുത്, അവൻ വന്നാ പോടാ പുറത്ത് എന്ന് പറയണമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ആട്ടിയകറ്റണം എന്ന് പറഞ്ഞ, എല്ലാ അർത്ഥത്തിലും മാറ്റിയകറ്റേണ്ടവരെന്ന് പറഞ്ഞ സലഫികളുണ്ടല്ലോ. ആ സലഫികൾ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് വിളിച്ചു പറയുന്നു, ഇത് ശുദ്ധമായ കളവാണ്, ഇത് ശുദ്ധമായ കളവാണ്, കളവാണ്, കളവാണ്. അതേ അവസരത്തിൽ നിങ്ങളുടെ കിതാബിലാണ് എഴുതി വിട്ടിട്ടുള്ളത്, ഇത് വിശ്വസിക്കുന്ന നിങ്ങൾ സുന്നത്ത് ജമാഅത്താണല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്ര സത്യമാണ്. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത പുതിയ വാദങ്ങളുമായി ചില കള്ളവാദികൾ രംഗത്ത് വരുമ്പോ നിങ്ങൾ അവരെ സൂക്ഷിക്കണേ. അവര് നിങ്ങളെ പഴപ്പിക്കാൻ നിന്നുകൊടുക്കല്ലേ. എത്ര സത്യമാണ് ഈ പറഞ്ഞത്. ഇതല്ലെങ്കിൽ മുസ്ലിയാക്കൾ ഇത് നിഷേധിക്കട്ടെ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കിതാബുമില്ല, ഞങ്ങൾ അങ്ങനെ എഴുതിയിട്ടുമില്ലെന്ന് പറയട്ടെ. വളരെ കൃത്യമായി നമ്മൾ ആലോചിക്കണം. ഇങ്ങനെ മഹാന്മാരെ കുറിച്ച് എത്രയാണ് നുണകൾ എഴുതിവിട്ടത്, എത്രയെത്ര കളവുകളാണ് പ്രചരിപ്പിക്കുന്നത്, എത്ര മാലകളാണ് ഉണ്ടാക്കിയത്, എത്ര മൗലിദുകളാണ് രചിക്കപ്പെട്ടത്, എത്രയെത്ര കുതന്ത്രങ്ങളാണ് ഇതിലൂടെയൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്നത്. എന്നിട്ട് അതൊക്കെ ചെല്ലിയാ കൂലി കിട്ടുമെന്ന് പറയാൻ വേണ്ടി ദിക്റുൽ അംബിയായ ഇബാദ വ ദിക്റുൽ ഔലിയായി കഫാറ, ഇതൊക്കെ ചൊല്ലിയാ പാപം പൊറുക്കുമെന്നും ഇബാദത്താണ് കൂലി കിട്ടുമെന്നുമൊക്കെ പാമരജനങ്ങളെ പറ്റിച്ചിട്ട്, അവരിൽ നിന്ന് ഭക്ഷണം വാങ്ങിയിട്ട്, അവരിൽ നിന്ന് കാശ് വാങ്ങിയിട്ട്, അവരെ കൊണ്ട് ഈ സമൂഹത്തിന്റെ ഇടയിൽ അന്ധവിശ്വാസത്തിന്റെ പ്രചാരകരും പ്രബോധകരുമാക്കി അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളൊക്കെ തങ്ങകളാണ്, ഞങ്ങളൊക്കെ തങ്ങന്മാരാണ്, ഞങ്ങൾ പറയുന്നതങ്ങ് കേട്ടോളണം, ഇല്ലെങ്കിൽ തീപിടുത്തമാണ്, ഇല്ലെങ്കിൽ ക്യാൻസറാണ്, ഇല്ലെങ്കിൽ കിഡ്നി പോക്കാണ്, ഇല്ലെങ്കിൽ അപകടമാണ് എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുമ്പോ മഹാന്മാരായ ഇസ്ലാമിക പ്രബോധകന്മാർ ഈ ലോകത്ത് പഠിപ്പിച്ച ഇസ്ലാം എവിടെ? നിങ്ങളിന്ന് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാം എവിടെ? നിങ്ങളെ കണ്ടിട്ട് മറ്റൊരും തെറ്റിദ്ധരിക്കുകയാണ്. അതേ ദർഗയിൽ അതാ ജാറം കെട്ടി ഉയർത്തി ഉറൂസ് നടത്തി അവിടെ നിന്ന് ഇത്തരം കെട്ടുകഥകളും കള്ളക്കഥകളും ഒക്കെ പ്രചരിപ്പിച്ച് അവിടെ വിളക്ക് കൊളുത്തി അതേ അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് സഹായം തേടി അവർക്ക് നേർച്ച വഴിപാടുകളിലൊക്കെ അർപ്പിച്ച് ആ രൂപത്തിലതാ സൃഷ്ടികളെ വിളിച്ച് തേടുമ്പോ, സഹായം തേടുമ്പോ അല്ലാഹ് പറയുന്നു, ഓ സൃഷ്ടികളെ, ഒരു സൃഷ്ടിയെയും വിളിച്ച് തേടല്ല, അല്ലാഹുവിനോട് മാത്രമേ വിളിച്ചു തേടാവൂ.